ഞാൻ സമ്മതിക്കില്ല. നിന്റെ കയ്യിലേ പണം കായ്ക്കുന്ന മരമൊന്നും ഇല്ലല്ലോ എടുത്തങ്ങ് കൊടുക്കാൻ. തങ്കച്ചി ഒരു വൃത്തികെട്ട സ്ത്രീയാ. അവരുടെ ഭാഗത്തുനിന്ന് ഒരു ദയം നമ്മൾ പ്രതീക്ഷിക്കരുത്. ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചില്ലെങ്കിൽ വീട് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന സകല സാധനങ്ങളും അവര് കൊണ്ടുപോകും. അതിനെ അനുവദിക്കണോ? എന്നാലും അപ്പച്ചി, വെറുതെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. നിന്റെ ഡാഡി കാരണമല്ലേടി നമുക്ക് ഇങ്ങനെ ഒരു ഗതികേട് വന്നത്. ഇയാളെ കൊള്ളാവുന്ന ഒരാളായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ ആട്ടം കെട്ടിപ്പെറുക്കി വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമായിരുന്നോ? 2 ദിവസാ തങ്കച്ചി സമയം തന്നിരിക്കുന്നെ. അതിനുള്ളില് മാറ്റാവുന്നതിന്റെ പരമാവധി മാറ്റണം. ആ വീടെന്തായാലും തങ്കച്ചി കൊണ്ടുപോകും. അതിന്റെ കൂടെ എന്തിനാ അവർക്ക് ഈ സാധനങ്ങളും കൂടി? അദ്ദേഹം വീട് നോക്കാൻ പോയിട്ടുണ്ട്. കിട്ടിയാ മതിയായിരുന്നു. ആ അതൊക്കെ കിട്ടും. വാടകയ്ക്ക് വീട് കിട്ടാനാണോ ബുദ്ധിമുട്ട്? നോക്കി നിൽക്കാതെ പോയി കെട്ടിപ്പെറുക്കാൻ നോക്ക്. ഇനി നമ്മുടെ മുമ്പിൽ അധികം സമയമില്ല. ആ ഞാൻ എന്തായാലും പാക്ക് ചെയ്യാൻ പോവാ. ഇത്രയും പെട്ടെന്ന് തങ്കച്ചി കയറി ഒഴിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ചില ഭീഷണികളൊക്കെ നടത്തിയിട്ട് തിരിച്ചു പോകുന്ന കരുതിയത്. ഇപ്പോഴും ഒഴിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ, അന്ത്യശാസനം കൊടുത്തൊന്നല്ലേ ഉള്ളൂ. ഇത്തവണ രണ്ടും കൽപ്പിച്ച തങ്കച്ചി. ഇനിയൊരു ഒഴിവ് അവർ തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2 ദിവസം, അത് കഴിഞ്ഞാൽ വീട് ഒഴിയേണ്ടി വരും. തങ്കച്ചിക്ക് കൊടുക്കാനുള്ള കാശ് കൊടുത്ത പ്രശ്നം തീരില്ലേ? എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ? ആര് കൊടുക്കാനാ? സെറ്റിൽമെന്റ് ഉണ്ടാവണമെങ്കിൽ അത്ഭുതം വല്ലതും നടക്കണം.